ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും ടേസ്റ്റിയിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ 2 ഏലക്കായും കുറച്ച് ഉലുവയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ടെടുത്തതിന് ശേഷം സവാള ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് കളർ മാറി വരുന്ന ടൈം ആകുമ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒരു കളറിന് ചേഞ്ച് വരുന്ന ടൈമിൽ നമുക്ക് അടുത്തത് ഉപ്പും ഒരു കൈപ്പിടിയോളം മല്ലിയില ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഈ ടൈം തന്നെ ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന ടൈം ആകുമ്പോൾ ഇതിലേക്ക് നമുക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മസാലപ്പൊടി, ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു കളറിനൊക്കെ നല്ല ചേഞ്ച് വരുന്ന ടൈം വരെ ഒന്ന് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിപ്പോൾ നമ്മുടെ കുക്കറിൽ നല്ല ഒരു വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അതൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ല സോഫ്റ്റായിട്ട് തന്നെ വരണം. അതിൻ്റെ കൂടെ തന്നെ ഈ മസാലയിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം ഇതൊന്ന് അടച്ചൊന്ന് വെച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ മസാലയിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം നല്ല സോഫ്റ്റായിട്ട് നല്ല ഉടഞ്ഞ് വന്ന ആ ഒരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ ഒന്നാക്കിയെടുക്കുക. ഇതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ 1/2 kg മട്ടനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മട്ടൻ നമുക്ക് മസാലയിൽ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പൊന്ന് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിവിടെ നമ്മുടെ മട്ടനിലെ വെള്ളം ഒന്ന് ഇറങ്ങി വരണം. മട്ടനിലെ വെള്ളം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചൊന്ന് 5-10 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇതിൽ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വെള്ളം നമുക്കൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതിൽ നമ്മൾ അഡീഷണൽ വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇതിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ ഇവിടെ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചൊരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മട്ടനൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുക്കറൊന്ന് അടച്ച് നമുക്ക് വിസിലൊക്കെ വന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം.
ഓരോരുത്തരുടെയും കുക്കറിൻ്റെയും മട്ടൻ്റെയും ഒക്കെ അനുസരിച്ചിരിക്കും വേവ്. ഇതിപ്പോൾ ഇവിടെ മട്ടനെല്ലാം നല്ല വെന്ത് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ കളർ കണ്ടില്ല. ആ ഒരു എണ്ണയിൽ കുറേ ടൈം നമ്മൾ ഇതുപോലെ ഫ്ലെയിം കുറച്ചിട്ടിട്ടൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കളറിൽ മുളക് പൊടി അധികം തന്നെ ചേർത്തില്ലെങ്കിലും നല്ലൊരു കളറിൽ തന്നെ കിട്ടും. ഈ ഒരു രീതിയിൽ മട്ടൻ കറി ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. നമുക്ക് വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റിയിലും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മട്ടൻ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.